റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ഇൻകം ടാക്സ് പദ്ധതി ഉൾപ്പെടെ ബഡ്ജറ്റിന് ആഴ്ചകൾ മാത്രം അവശേഷിക്കുമ്പോൾ മിഡിൽ ക്ലാസ് കുടുംബങ്ങൾക്ക് മേൽ മാൻഷൻ ടാക്സ് ചുമത്തി 600 മില്യൺ പൗണ്ട് നേടാൻ ലക്ഷ്യമിടുകയാണ് റേച്ചൽ റീവ്സ്. ഇംഗ്ലണ്ടിലെ 10 വീടുകളെ നികുതി ബാധിക്കുമെന്നാണ് കരുതുന്നത്. ബാൻ F അല്ലെങ്കിൽ അതിനു മുകളിൽപ്പെടുന്ന വീടുകളെ പുനർമൂല്യനിർണ്ണയം നടത്തിയ ശേഷം അധിക ചാർജ് ഏർപ്പെടുത്താനാണ് നീക്കം. ധനികരെ മാത്രമാണ് ഇത് ബാധിക്കുക എന്നാണ് ലേബർ ഭാഷ്യമെങ്കിലും ബാൻ F കൗൺസിൽ ടാക്സിൽപ്പെടുന്ന 1.3 മില്യൺ മധ്യവർഗ കുടുംബങ്ങൾക്കും ഇതിൽ പങ്ക് നൽകേണ്ടി വരുമെന്ന് റിപ്പോർട്ട്. ലണ്ടനിലും സൗത്ത് ഈസ്റ്റിലുമുള്ള കുടുംബങ്ങൾക്ക് അവരുടെ വീടുകളുടെ മൂല്യം കൂടുതലായതിനാൽ ഈ സർചാർജ് നൽകേണ്ടി വരും. 3293 പൗണ്ട് വരെ നൽകുന്ന ബില്ലുകൾക്ക് പുറമെയാണ് 100 കണക്കിന് പൗണ്ട് കൂടി അധികം ചേർക്കപ്പെടുക. ഇതിനു പുറമെ ബാൻ F, G, H എന്നീ വിഭാഗങ്ങളിൽപ്പെടുന്ന പ്രോപ്പർട്ടികളിൽ താമസിക്കുന്ന 1,50,000 ഭവന ഉടമകളിൽ ഭൂരിഭാഗവും പ്രതിവർഷം 1000 പൗണ്ട് അധിക ചെലവ് വഹിക്കേണ്ടി വരും. ഇൻകം ടാക്സ് സാധാരണ ജോലിക്കാരെയും ബാധിക്കുമെന്നതിന്റെ പേരിൽ ഒഴിവാക്കിയ ചാൻസലർ മറ്റു വഴികളിൽ നികുതി കണ്ടെത്താൻ നിർബന്ധയാണ്. രാജ്യത്തിന്റെ ഖജനാവിലേക്ക് പണം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പല പദ്ധതികളും അവതാളത്തിലാകും. പ്രകടന പത്രിക ലംഘിക്കാൻ ആഴ്ചകൾ നീണ്ട ഒരുക്കം നടത്തിയ ശേഷം ഇതിൽ നിന്നും പിൻവാങ്ങിയതോടെ സാമ്പത്തിക വിപണികൾ അനിശ്ചിതത്വം നേരിടുകയാണ് ഇപ്പോൾ. ബ്രിട്ടനിൽ അഭയം ലഭിക്കുന്നവർക്ക് സ്ഥിര താമസത്തിന് അപേക്ഷിക്കുവാൻ 20 വർഷം വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന നയം നടപ്പാക്കുന്നു. ആഭ്യന്തരകാര്യമന്ത്രി ഷബാന മഹ്മൂദാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അഭയാർത്ഥികൾക്ക് UK-യിൽ സ്ഥിരതാമസത്തിന് അനുമതി ലഭിക്കാൻ നിലവിൽ 5 വർഷം തുടർച്ചയായി താമസിക്കണം. ഡെൻമാർക്കിലെ കടുപ്പമേറിയ അഭയാർത്ഥി നയങ്ങൾ കുടിയേറ്റം നിയന്ത്രിക്കുന്നതിൽ വിജയകരമായ സാഹചര്യത്തിൽ ഇത് UK-യിൽ ആവർത്തിക്കാനാണ് ഹോം സെക്രട്ടറി ആഗ്രഹിക്കുന്നത്. എന്നാൽ അത്രയേറെ കടുപ്പം കൂട്ടാൻ ലേബർ MPമാരിൽ ഒരു വിഭാഗം അനുവദിക്കുകയും ചെയ്യില്ല. എന്നിരുന്നാലും ഒരു തലമുറയ്ക്കിടെ കാണാത്ത തരത്തിലുള്ള അടിസ്ഥാനപരമായ മാറ്റങ്ങളാണ് നടപ്പിലാക്കുകയെന്ന് മഹ്മൂദ് പറയുന്നു. അനധികൃത കുടിയേറ്റം രാജ്യത്തെ കീറിമുറുക്കിയാണെന്ന് ഹോം സെക്രട്ടറി പറഞ്ഞു. ഇതോടെയാണ് അനധികൃതമായി എത്തുന്നവർക്ക് സ്ഥിര താമസം സാധ്യമാകണമെങ്കിൽ 20 വർഷത്തെ കാലയളവ് വേണമെന്ന നിബന്ധന വയ്ക്കുന്നത്. ചെറുബോട്ടുകളിലും ലോറികളിലും കയറി രാജ്യത്ത് പ്രവേശിച്ച ശേഷം അഭയാർത്ഥിത്വം തേടുന്നവർക്കും വിസ കാലാവധി കഴിഞ്ഞ് താമസിച്ച ശേഷം അഭയാർത്ഥി അപേക്ഷ നൽകുന്നവർക്കും ഇത് ബാധകമാകും. ചെറിയ ബോട്ട് യാത്രയിലൂടെ അനധികൃതമായി UK-യിൽ എത്തുന്നവരുടെ എണ്ണം കുറയ്ക്കുകയാണ് സർക്കാർ ലക്ഷ്യം. ഇതിനായി അഭയാർത്ഥി അപേക്ഷകൾ നിയന്ത്രണ വിധേയമാക്കും. 5 വർഷത്തേക്ക് ലഭിക്കുന്ന അഭയാർത്ഥി പദവി 2.5 വർഷമായി കുറയ്ക്കുകയും ഓരോ കാലാവധിയുടെയും അവസാനം അവലോകനം നടത്തുകയും ചെയ്യും. പരിശോധനയിൽ ജന്മസ്ഥലം സുരക്ഷിതമാണെന്ന് കണ്ടെത്തിയാൽ അഭയാർത്ഥികളോട് തിരിച്ചുപോകാൻ ആവശ്യപ്പെടും. അനധികൃത കുടിയേറ്റം രാജ്യത്തെ വിഭജിക്കുകയാണെന്നും നിയന്ത്രിക്കാൻ സർക്കാരിന് ബാധയുണ്ട് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെ കസേര ആടിയുലയുകയാണ്. തുടരെ ഗവൺമെന്റിന് വീഴ്ചകൾ വരുമ്പോൾ സ്റ്റാർമറെ തെറിപ്പിക്കാൻ അണിയറ നീക്കങ്ങൾ സജീവമാകുന്നു. അടുത്ത 3 മാസത്തിൽ എല്ലാം നേരെയാക്കിയില്ലെങ്കിൽ കീർ സ്റ്റാർമറുടെ കഥ കഴിയുമെന്നാണ് മുൻ ലേബർ ഹോം സെക്രട്ടറി കൂടിയായിട്ടുള്ള ലോർഡ് ഡേവിഡ് ബ്ലാങ്കറ്റ് നൽകുന്ന മുന്നറിയിപ്പ്. ഇതിന് സാധിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് നേരിടേണ്ടി വരികയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ചുറ്റുമുള്ള സ്വന്തം ടീമിനെ മെച്ചപ്പെടുത്താനും നിയന്ത്രണം പിടിക്കാൻ രാഷ്ട്രീയ അനുഭവമുള്ള ആരെങ്കിലും നിയോഗിക്കാനും ലേബർ പാർട്ടിയുടെ മുതിർന്ന അംഗം ചൂണ്ടിക്കാണിച്ചു. വെസ്റ്റ് സ്ട്രീറ്റിംഗ് നേതൃസ്ഥാനത്തിനായി ശ്രമിക്കുന്നുവെന്ന തരത്തിൽ ബ്രീഫിംഗ് നൽകിയതിന് പിന്നിൽ ചീഫ് ഓഫ് സ്റ്റാഫ് മോർഗൻ മാക്സിനിയാണെന്നാണ് കരുതപ്പെടുന്നത്. ബഡ്ജറ്റിന് തൊട്ടുമുൻപ് ഇത്തരമൊരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചത് ഗവൺമെന്റിന് കനത്ത വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. അതേസമയം 4 നേതാക്കൾ സ്റ്റാർമറുടെ പിൻഗാമിയാകാനുള്ള തയ്യാറെടുപ്പിലാണെന്നും റിപ്പോർട്ടുണ്ട്. ഇതിൽ സ്ട്രീറ്റിംഗ് തന്നെയാണ് മുന്നിൽ. ആഞ്ചല റെയ്നർ, ഷബാന മഹ്മൂദ്, എഡ് മിലിബന്ദ് എന്നിവരുടെ അനുകൂലികളും പിന്തുണ അറിയിച്ച് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. റീവ്സിന് ഇൻകം ടാക്സ് വർധന അവസാന നിമിഷം ഒഴിവാക്കേണ്ടി വന്നതോടെ സ്റ്റാർമർക്കെതിരായ വെല്ലുവിളി വർദ്ധിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. പഴയ ഡീസൽ ബസ്സുകൾ CNG-യിലേക്ക് മാറ്റാൻ KSRTCയും തയ്യാറെടുക്കുന്നു. തമിഴ്നാടിന്റെ ചുവട് പിടിച്ചാണ് ഇത്. 3 കമ്പനികൾ വഴിയാണ് തമിഴ്നാട്ടിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. 1000 ഡീസൽ ബസ്സുകൾ CNG-യിലോട്ട് മാറ്റുന്നതാണ് പദ്ധതി. ഇതിൽ 2 കമ്പനികൾ KSRTCയും സമീപിച്ചിട്ടുണ്ട്. 10 വർഷം പഴക്കമുള്ള ബസ്സുകളെ CNG-യിലോട്ട് മാറ്റുന്ന പദ്ധതിയിൽ 15 വർഷം പഴക്കമുള്ള ബസ്സുകളെയും ഉൾപ്പെടുത്തണമെന്ന ആവശ്യമാണ് KSRTCക്ക്. സർക്കാർ വാഹനങ്ങൾ 15 വർഷം കഴിഞ്ഞ് ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് കേന്ദ്ര നിയമം. എന്നാൽ പ്രത്യേക ഉത്തരവിലൂടെ 15 വർഷം കഴിഞ്ഞ ബസ്സുകളും KSRTC സർവീസിന് അയക്കുന്നുണ്ട്. ഈ ബസ്സുകളെ CNG-യിലേക്ക് മാറ്റുന്നത് കോർപ്പറേഷന് നേട്ടമാകും. ഈ കരാറിൽ 15 വർഷത്തെ അറ്റകുറ്റപ്പണിയുടെ ചുമതലയും കമ്പനികൾക്കാണ്. പക്ഷേ ഈടാക്കുന്ന തുകയുടെ കാര്യത്തിൽ കമ്പനികൾക്ക് വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ് കോർപ്പറേഷന്റെ ആവശ്യം. നേരത്തെ ചില സ്വകാര്യ ബസ്സുകൾ CNG-യിലേക്ക് മാറിയിരുന്നു. മാറ്റുന്നതിലെ സർവീസ് ചെലവ് നേട്ടമാണോ എന്ന കാര്യത്തിൽ KSRTC മെക്കാനിക്കൽ വിഭാഗത്തിൽ നിന്നും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഉണ്ടാകുമോ എന്നതിൽ ഹൈക്കോടതിയുടെ ഇന്നത്തെ തീരുമാനം നിർണായകമാകും.
സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ട് ED നൽകിയ ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത്. കേസിന്റെ FIR, അനുബന്ധ മൊഴികൾ, മറ്റു രേഖകൾ എന്നിവയുടെ പകർപ്പാണ് കേന്ദ്ര ഏജൻസി തേടിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി സംശയിക്കുന്നുവെന്നും വിശദമായ അന്വേഷണത്തിനായി കേസുകളുടെ രേഖകളും വിവരങ്ങളും അനിവാര്യമാണ് എന്നുമാണ് EDയുടെ വാദം. നേരത്തെ ഈ ആവശ്യം ഉന്നയിച്ച് റാന്നി കോടതിയിൽ നൽകിയ അപേക്ഷ തള്ളിയതോടെയാണ് ED ഹൈക്കോടതിയെ സമീപിച്ചത്. സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ രേഖകൾ EDക്ക് വിട്ടു നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടാൽ അത് കേസിന്റെ ഗതിയിൽ വഴിത്തിരിവാകും. കള്ളപ്പണ ഇടപാടുകൾക്ക് സൂചന ലഭിച്ചാൽ കേസിൽ EDയുടെ അന്വേഷണം ഉറപ്പാക്കാനാണ് സാധ്യത. ഇനി സ്പോർട്സ് വാർത്തകൾ. 2026 ഫിഫ ലോകകപ്പിന് യോഗ്യത നേടി നോർവേ. 1998 ശേഷം 28 വർഷത്തിന് ശേഷമാണ് നോർവേ ഫിഫ ലോകകപ്പ് യോഗ്യത കരസ്ഥമാക്കുന്നത്. ലോകകപ്പ് യോഗ്യത റൗണ്ടിലെ 8 മത്സരങ്ങളും ജയിച്ച് ഗ്രൂപ്പ് ഐയിൽ ഒന്നാമന്മാരായാണ് നോർവേ ലോകകപ്പിന് ടിക്കറ്റ് എടുത്തത്. ഇറ്റലിക്ക് ഇത്തവണയും ലോകകപ്പിന് നേരിട്ട് യോഗ്യതയില്ല. ഇറ്റലിയെ അവരുടെ നാട്ടിൽ 4-1 നോർവേ തകർത്തത്. പ്ലേ ഓഫ് യോഗ്യത നേടാനാണ് ഇറ്റലിക്കായത്. പതിവുപോലെ അവിശ്വസനീയ ഫോമിലുള്ള എർലിംഗ് ഹാലണ്ടാണ് നോർവേക്ക് വലിയ ജയമൊരുക്കിയത്. ഇരട്ട ഗോൾ നേടിയ താരം 8 ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ നിന്ന് 16 ഗോളുകളാണ് നേടിയത്. ഈ സീസണിൽ 19 കളിയിൽ നിന്ന് 32 ഗോളുകൾ നേടിയ ഹാലണ്ട് രാജ്യത്തിനായി 48 കളികളിൽ നിന്ന് 55 ഗോളുകളും കരസ്ഥമാക്കി. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 116.46 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.